സുഹൃത്തുക്കളുടെ നഗ്നദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. അങ്ങനെ അത് അവസാനിച്ചു. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളായതിനാൽ ജാമ്യം അനുവദിക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എസ് എസ് ശരൺ. സുകുമാരക്കുറിപ്പായിരിക്കണം നമ്മുടെ തൊപ്പി. രണ്ടും പുള്ളി മുങ്ങിയതാണ്, പനിയാന്ന് പറഞ്ഞ് മുങ്ങിയതാണ്. ഇപ്പൊ ചാനലൊക്കെ പൂട്ടി. വലിയ ആവശ്യം ഉണ്ടാകുന്ന രണ്ടുപേർക്കും ഒരു പരസ്പരം പോരാടിക്കൊണ്ടിരുന്ന് നിയന്ത്രണം വിട്ടുപോയി. സോഷ്യൽ മീഡിയ ആണ് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവരുടെ രീതി കൈക്കുള്ളിലാണെന്നുള്ള ഒരു വിചാരത്തോടെ അവരെ കിടന്ന് കണ്ടതൊക്കെ പോസ്റ്റ് ചെയ്തു പണി ഇരന്ന് മേടിച്ചു. എന്നാലിപ്പോൾ മമ്മൂനെയും പൊക്കി, ഇപ്പോൾ അതേ തൊപ്പിയുടെ പൊക്കാനുള്ളൂ. പൊക്കിക്കഴിഞ്ഞാൽ തൊപ്പിക്കിട്ട് നല്ല തീറായിരിക്കും കിട്ടുന്നത്, യാതൊരു സംശയവുമില്ല. കാരണം പറഞ്ഞാൽ ഇനിയെങ്കിൽ പോലും ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഇവൻ്റെ ഇത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് പോകരുത്. ഇവൻ തോന്നിവാസം കാണിച്ച് ഇവന് അന്ന് ഇപ്പോൾ ഓർക്കേണ്ട ആ ഉദ്ഘാടനത്തിൽ വന്നിട്ട് ഒരു കൊച്ചു, ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങൾ ക്ലാസ് ആയിട്ട് സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ഉദ്ഘാടനം വരുവാണെങ്കിൽ സിനിമ ഇത് തൊപ്പി എന്ന് പറഞ്ഞെടുത്ത് അവനെ തൊട്ട സീനാണ്. ഞാൻ അവനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അന്ന് തൊട്ടേ ഒരു രീതിയുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒന്ന് നന്മരൊക്കെ കളിച്ചു, അതുകൊണ്ട് സെൻറ്റിമെൻറ്റ്സ് പുള്ളി പിടിച്ചു പറ്റി. പക്ഷെ എത്ര നാൾ ഈ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും? ചിലരെ കുറച്ച് കാലം പറ്റിക്കാം, മറ്റു ചിലരെ കുറേ കാലം കുറച്ച് കാലം പറ്റിക്കാം. അങ്ങനെ ചൊല്ലില്ലേ, എല്ലാവരും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് പുള്ളിക്കും പറ്റിപ്പോയത്. ഈ പ്രതികാരത്തിന് മൂത്തിട്ട് ഹനാൻ ഷാഹിനെ വലിച്ചിട്ടു. അതിൻ്റെ പണിയായിരുന്നു. അതിൻ്റെ പണി പിന്നാലെ വരുന്നുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളുടെ അശ്ലീല ദൃശ്യം പ്രചരിപ്പിച്ചു. 4-8 പണിയൊക്കെയാണ് ഇനി കിട്ടാൻ പോണത് പുള്ളി. ഇനിയാണെങ്കിൽ പോലും കുട്ടികൾ ഇൻസ്പയർഡ് ആയത്. ഇനി തൊപ്പിയാണെങ്കിൽ പോലും ഇനി ഒന്ന് ഒതുങ്ങുക, മാന്യമായിട്ട് ലൈവ് സ്ട്രീമിങ് ചെയ്യുക. എന്തൊക്കെയായിരുന്നാൽ പോലും ഇത് ഇങ്ങനെയുള്ള ആളുകൾ ഒരു ഇൻഫ്ലുവൻസറിനൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളാണെങ്കിൽ പോലും ഇത്തരം സ്ട്രീമുകൾ, ഇത്രയും രീതികളൊക്കെ കാട്ടിക്കൂട്ടുന്ന ആ വ്യക്തികളുടെ ചില ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. തന്നെ ഒരു കുടുംബത്തോടെ ഇരുന്നൊക്കെ കാണുകയാണ് അവർ ലൈവ് സ്ട്രീം. എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല. എന്ന് കഴിഞ്ഞാൽ പോലും അങ്ങനെയുള്ള ആരും കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾ ഇതുപോലുള്ള ആളുകൾ കണ്ട് അനുകരിക്കാൻ പോകരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ പൂട്ടിട്ടതും ഇനി അവനെ എങ്ങനെയെങ്കിലും പൂട്ടാനുള്ള മാർഗങ്ങളും നോക്കണം. പൂട്ടിയാൽ ഇതുപോലുള്ളൊരു വിധം ഇൻഫ്ലുവൻസർമാരുടെ ഒരു ഇത്രയും തെറ്റായ സമൂഹത്തിൽ നാശത്തിലേക്ക് കൊണ്ടുവന്ന ഇൻഫ്ലുവൻസറെ എന്തായാലും ബാൻ ചെയ്തിരുത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യ കാര്യം തന്നെയാണ്.